ഇപ്പം നമ്മൾ നോക്കുക, റഷ്യ ഉക്രൈൻ വാർ. ഉക്രൈന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഉക്രൈൻ വാറിൽ റിട്ടാലിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരുടെ ഉറപ്പ്? അമേരിക്കയുടെ ഉറപ്പ്. എന്താണ് ഇഷ്യൂ എന്നറിയാമല്ലോ. എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈനിൽ ഇൻവേഷൻ നടത്തിയത്, അറ്റാക്ക് നടത്തിയതിൻ്റെ പിറകിലുള്ള കാരണം, ഉക്രൈൻ നാറ്റോ സഖ്യങ്ങളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇതൊറ്റ കാരണമായിരുന്നു. അവസാനം ഉക്രൈൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ പിന്മാറാം, ഞങ്ങൾക്കങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ റഷ്യയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാറിൽ ഈ നാറ്റോയിൽ പോകാതെ ഞങ്ങൾ പിന്മാറാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അമേരിക്ക പ്രൊവോക്ക് ചെയ്ത് ഉക്രൈൻ എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം അമേരിക്കൻ ആയുധങ്ങൾ കൊടുത്തു. ഉക്രൈൻ നല്ലപോലെ ഫൈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് റഷ്യൻ ഫോഴ്സ് പിന്മാറിയത്. എന്നിട്ട് 2 പ്രദേശങ്ങൾ, സ്റ്റേറ്റുകൾ, റീജിയൻ മാത്രം കയ്യിൽ വെച്ചു. എന്നിട്ടും അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അവസാനം അമേരിക്ക തന്നെ എത്രയോ നാളുകൾ വെപ്പൺസ് കൊടുക്കാതിരുന്നു. ഓരോ തട്ടമുട്ട ന്യായങ്ങളാണ് പറഞ്ഞത്. എന്തിനാണ് അമേരിക്ക ചെയ്തത് ചോദ്യമാണ്. ലോകത്തുണ്ടാകുന്ന ഒരു ഒപ്പീനിയനാണ്. എന്തിനാണ് അമേരിക്ക ഉക്രൈനോട് ഈ ചതി ചെയ്തത്? ഇത് ബേസിക്കലി അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അവരിങ്ങനാണ് ലോകത്തെ മുഴുവനും നോക്കിക്കാണുന്നത്. റഷ്യയും ഉക്രൈനുമായിട്ട് വാറുണ്ടാകും. ഉറപ്പായിട്ടും റഷ്യ ഈ വാറിനകത്ത് ഇൻവോൾവ് ആകും. വാർ നീണ്ടു നിൽക്കും. റഷ്യയുടെയും ആയുധത്തിൻ്റെയും സൈന്യത്തിൻ്റെയും കേപ്പബിലിറ്റി നശിക്കട്ടെ. അതിനിപ്പോൾ ഉക്രൈൻ ഒരു ഭാഗമാണെങ്കിൽ ആകട്ടെ. ഇതായിരുന്നു അമേരിക്കയുടെ താല്പര്യം. കാരണം റഷ്യയെ ഒതുക്കുക, ഉക്രൈനെ ഒതുക്കാൻ വേണ്ടിയല്ല. കാരണം അവർ വാറിൽ ഇൻവോൾവ് ആവട്ടെ. അപ്പോൾ ആദ്യ സമയത്ത് നിങ്ങൾ നോക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ആയുധം കൊടുത്ത് ഇവരെ സഹായിച്ചു. പിന്നീട് അവിടെ അമേരിക്ക കൊണ്ട് പാര വെച്ചു. യൂറോപ്യൻ യൂണിയനിൽ ഹംഗറി കൊണ്ട് പറയിപ്പിക്കുന്നു, ഇവർക്ക് ആയുധം കൊടുക്കരുത്. അങ്ങനെ വളരെ നാൾ യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈൻ ആയുധം കൊടുക്കാതായി. അമേരിക്ക പറഞ്ഞ ന്യായം എന്താണ്? അമേരിക്കൻ സെനറ്റിൽ ഇവർക്ക് ആയുധം കൊടുക്കാനുള്ള അപ്രൂവൽ കിട്ടുന്നില്ല. അവസാനം എന്തോ, റഷ്യ പല വില്ലേജുകളും പിടിച്ച് ഉക്രൈൻ്റെ അകത്തോട്ട് കയറുവാണ് വീണ്ടും. നിങ്ങൾക്കറിയാം, റഷ്യൻ പട്ടാളത്തിൽ ഏകദേശം 1.5 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. ഉക്രൈനും ശരിക്കും നാശം ഉണ്ടായിട്ടുണ്ട്. ഈ 1.5 ലക്ഷം പട്ടാളക്കാർ കൊണ്ടും ആളുകൾ അവിടെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് കൂലിക്കാളുടെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയി അവരവിടെ വാറ് ചെയ്യിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക, റഷ്യയുടെ അമേരിക്കയുടെ വൃത്തികെട്ട ഗെയിം. കാരണം റഷ്യ ഇടിച്ചു താഴ്ത്തുക എല്ലാ രീതിയിലും. കാരണം റഷ്യൻ വെപ്പൺസ് ലോകത്താരും കാരണം അത് പ്രൂവ് ചെയ്തില്ല. റഷ്യൻ വെപ്പൺസിന് ഈ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വളരെ കുറവാണെന്ന്. കാരണം ആയുധ കച്ചവടക്കാർക്ക് വേണ്ടി അമേരിക്കയിലെ ആയുധം വിൽക്കുന്ന കച്ചവടക്കാർക്ക് വേണ്ടി അമേരിക്ക ചെയ്തു കൊടുത്ത പരിപാടിയാണ് ഇത് സംഭവം. ഇനി ആരെങ്കിലും റഷ്യൻ വെപ്പൺസ് വാങ്ങും? ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് നമ്മൾ കണ്ടതാണ് റഷ്യൻ വെപ്പൺസ്. അപ്പോൾ ഇസ്രായേലിൻ്റെ വാർ പ്ലെയിൻ അവിടെ പോയി ബോംബിട്ട സമയത്ത് S-300 എന്ന് പറയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റം, അതായത് മിസൈലിനെ നോക്കിയിട്ട് അതിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്യുന്ന സിസ്റ്റം, അത് കംപ്ലീറ്റ് ഒന്നുമല്ലാതായി. കാരണം അതിനത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം റഷ്യൻ ആയുധങ്ങളുടെ കേപ്പബിലിറ്റി മോശമാണ്. അത് വാങ്ങണ്ട എന്ന് ലോകത്തിന് പ്രൂവ് ചെയ്യേണ്ട അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം വളരെയധികം രാജ്യങ്ങൾ റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അപ്പം അതവർക്ക് പോസിറ്റീവായി. 1. 2, ഈ പറയുന്ന റഷ്യയുടെ കേപ്പബിലിറ്റി, മിലിറ്ററി കേപ്പബിലിറ്റി, അവർക്ക് വാർ ചെയ്യാൻ ഉക്രൈൻ എന്ന് പറഞ്ഞ സൈന്യമില്ലാത്തൊരു രാജ്യമാണ്. അത് ആലോചിച്ച് നോക്കണം. തട്ടിക്കൂട്ടിയ സൈന്യമാണ്. റഷ്യ ആണെങ്കിൽ 2ാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യം കൂടാണ്. അപ്പം അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇപ്പോഴൊന്നുമില്ല എന്ന് ലോകത്തെ തുറന്നു കാണിക്കണം. അതായത് ഈ വാർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ? വാർ ഇപ്പം കഴിയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന അവരുടെ ആയുധശേഖരവും അവരുടെ കേപ്പബിലിറ്റിയും വളരെ മോശമായി മാറി. ഇതിനാരാണ് വില കൊടുത്തത്? ഉക്രൈൻ.
വലിയ വിലയാണ് ഉക്രൈൻ കൊടുത്തേക്കുന്നത്. അവരുടെ ജനത ഛിന്ന ഭിന്നമായി, മില്യൺസും ആൾക്കാരാണ് പല രാജ്യങ്ങളിലോട്ട് ഓടിപ്പോയേക്കുന്നത്. ഇതേ ഗെയിമാണ് ചൈനയ്ക്കെതിരെ അമേരിക്ക കളിക്കാൻ ശ്രമിച്ചത്. തായ്വാൻ ഇഷ്യൂ, തായ്വാനിലെ പക്ഷേ ഉക്രൈനേക്കാളും മിലിറ്ററി കേപ്പബിലിറ്റിയും എയർക്രാഫ്റ്റും F-16 ഒക്കെ ഉള്ള രാജ്യമാണ് തായ്വാൻ. അവിടെ എന്താ ചെയ്യാൻ ശ്രമിച്ചത്? തായ്വാനെ കൊണ്ട് എങ്ങനെങ്കിലും ചൈനയായിട്ട് അടുപ്പിക്കുക. അതിന് ചൈന പ്രൊവോക്ക് ചെയ്തു. പക്ഷേ ചൈന നേരത്തെ ഈ ഗെയിം മനസ്സിലാക്കി. അതിൻ്റെ പേരിലാണ് ചൈന പിന്നോട്ടങ്ങ് മാറിയത്. അല്ലെങ്കിൽ ചൈന തായ്വാനിൽ കയറുന്നു, തായ്വാൻ റിട്ടാലിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയും ചൈന അങ്ങ് എക്സ്പോസ് ആവും. ചൈന ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി വെപ്പൺസും പരിപാടികളൊക്കെ ഉണ്ട്, ടെക്നോളജി ബേസ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ചൈനയ്ക്ക് ഈ ഗെയിം പിടികിട്ടി. ഉക്രൈൻ റഷ്യ ഗെയിം കാരണം സാങ്ഷൻ മാത്രമൊന്നും അല്ലല്ലോ, ഒരു രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വാറിൽ മാത്രമേ പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ തായ്വാൻ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ചൈനയെ അടിക്കുകയാണെങ്കിൽ ചൈനയാണ് ഉറപ്പായിട്ടും ജയിക്കും. പക്ഷേ തായ്വാൻ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ മിസൈലും വാർപ്ലെയിനും ഒക്കെ ചൈനീസ് നഗരങ്ങളെ കൊണ്ട് ബോംബ് ചെയ്യും. ഇതോടുകൂടി ചൈനയും പെട്ടുപോകും, തകർന്നു പോകും. ഇത് ചൈന മുൻകൂട്ടി കണ്ടിട്ടാണ് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറുന്നത്. കാരണം ഇതാണ് അമേരിക്കയുടെ ഗെയിം. അപ്പോൾ ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി മറ്റു അടിയുണ്ടാക്കുക, എന്നിട്ട് ആദ്യം വെപ്പൺസ് കൊടുക്കുക, പിന്നെ വെപ്പൺ കൊടുക്കാതിരിക്കുക, വാർ ഇങ്ങനെ നീണ്ടുപോവുക. ഇതിപ്പം മനസ്സിലാക്കിയ ശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടും കൽപ്പിച്ച് ഉക്രൈന് വീണ്ടും ആയുധങ്ങൾ കൊടുക്കുന്നത്. വീണ്ടും അമേരിക്കൻ സെനറ്റ് ആയുധം കൊടുക്കുക, അതും ഗെയിം മനസ്സിലാക്കുക. അവസാനം സ്പീക്കർ ജോൺസൺ ഇടപെട്ടിട്ട് അതിൻ്റെ സെനറ്റിൽ ഡിബേറ്റ് നടത്തിയിട്ട് ഉക്രൈൻ്റെ കൂടെ ഇസ്രായേലിനും കൂടെ ആയുധം കൊടുക്കാം. ആലോചിച്ച് നോക്ക്, എത്ര വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞ് ലോകരാജ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. ഇതാണ് ഉക്രൈനും പറ്റിയത്. ഇത് തായ്വാനും ചൈനയ്ക്കും പറ്റിയില്ല. അതായത് മറ്റുള്ള രാജ്യങ്ങളെ അവിടെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുമ്പം എല്ലായിടത്തും അമേരിക്കയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇതേപോലെയുള്ള ഗ്ലോബൽ ഡേർട്ടി ഗെയിമാണ് അമേരിക്കയുടെ എല്ലാ സന്ദർഭങ്ങളിലും കളിക്കുന്നത്.